നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടതോടുകൂടി ഇറാന്റെ നിരവധി കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. ഗൾഫ് മേഖലകളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഇറാൻ അമേരിക്കയ്ക്കെതിരെ ആക്രമണം നടത്തുന്നത്. പക്ഷേ ഇത്തരം ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ കഴിഞ്ഞതായി അമേരിക്ക പറയുന്നുണ്ട്. എന്നാലും ഇപ്പോൾ സംഘർഷത്തിന് അറുതി വന്നിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ഒരു വെടിനിർത്തലെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ വെടിനിർത്തലല്ല, അവിടെ ചില സംഘർഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ സംഘർഷം കനക്കാനും സൂചനയുണ്ട്. ഇതിനിടയിലാണ് വളരെ രസകരമായ ഒരു വെളിപ്പെടുത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി, ചുരുക്കി പറഞ്ഞാൽ ഫെബ്രുവരി 28 മുതൽ ഹോർമൂസ് കടലിടുക്കിൽ പ്രതിസന്ധിയുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാനുള്ള കാരണം അമേരിക്കയുടെ ആക്രമണമാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമിക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുത്ത് അതിനെ അടച്ചിട്ടാൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം മറ്റു രാജ്യങ്ങളിൽ നിന്നുണ്ടാകുമെന്നും അമേരിക്കയും ഇസ്രായേലും ആക്രമണം നിർത്തുമെന്നുമാണ് ഇറാൻ കണക്ക് കൂട്ടിയത്. കാരണം ലോക എണ്ണ വ്യാപാരത്തിൻ്റെ 1/5 നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടന്നാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടന്നാൽ എണ്ണ വ്യാപാര രംഗത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഈ മേഖലയെ ഇറാൻ ആയുധമാക്കി മാറ്റിയത്. പക്ഷേ ഇറാന് അതൊരു ആയുധം, അല്ലെങ്കിൽ ഇറാന് തണലേകുന്ന ഒരു ആയുധമായി മാറിയില്ല എന്നതാണ് വാസ്തവം. ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊന്നും അമേരിക്ക കീഴ്പ്പെട്ടു കൊടുത്തില്ല. പക്ഷേ പ്രതിസന്ധി ഈ മേഖലയിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി 28 ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടു. കപ്പലുകൾ കടന്നു പോകാതിരിക്കാൻ അപകടകരമായ മൈനുകൾ പാകി. എന്നിട്ടും ഇന്ത്യയെ പോലെയുള്ള, ചൈനയെ പോലെയുള്ള ചില രാജ്യങ്ങളെ സൗഹൃദ രാജ്യങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് കടലിടുക്കിലൂടെ ഈ രാജ്യങ്ങളുടെ കപ്പലുകളെ പോകാൻ അനുവദിച്ചു. അവർക്ക് പോകാനായി ഈ ഹോർമൂസിൽ ഒരു സുരക്ഷിത പാത ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. ഇതൊഴികെ എല്ലാ കപ്പലുകളെയും അടച്ചിട്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ ഒരു ഉപരോധം ഇറാൻ സൃഷ്ടിച്ചത്. ഇറാന് പിന്നാലെ അമേരിക്കയും അവിടെ ഉപരോധം സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യം ഇറാൻ തുറമുഖങ്ങളാണ്. ഇറാൻ തുറമുഖങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും കഴിഞ്ഞ കുറേ നാളുകളായി ഉപരോധം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ ഉപരോധം നടക്കുന്ന നാളുകളിലെല്ലാം തന്നെ ഇറാൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇറാൻ അറിയാതെ തന്നെ 200ഓളം കപ്പലുകൾ ഇതുവരെ അമേരിക്കൻ സൈന്യം മുൻകൈയെടുത്ത് കടത്തിവിട്ട് കഴിഞ്ഞു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 200 കപ്പലുകളിലൂടെ ഏതാണ്ട് 10 കോടി ബാരൽ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ എത്തിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. കപ്പലുകൾ ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയത്. ഇറാൻ സൈന്യത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം ഇറാൻ്റെ കയ്യിൽ റഡാറുകളില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ നീക്കത്തെ കണ്ടറിയാൻ ഇറാന് സാധിച്ചില്ല. ഇരുട്ടിൻ്റെ മറവിൽ ലൈറ്റുകൾ ഓഫ് ചെയ്ത് അതിവിദഗ്ധമായി ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകാൻ അമേരിക്കൻ സൈന്യം കപ്പലുകളെ സഹായിച്ചുവെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ എണ്ണയുടെ വില $200 കടക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ എണ്ണയുടെ അന്താരാഷ്ട്ര വിപണിയുടെ വില ബാരലിന് $200 കടന്നുപോയേനെ. ഇത് $90 താഴെയാക്കി നിർത്താൻ സഹായിച്ചത് ഈ പറയുന്ന 10 കോടി ബാരൽ എണ്ണയാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. സംഘർഷം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. ഇതിന് പേര് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പ്രോജക്റ്റ് ഫ്രീഡം എന്ന പേരാണ് അമേരിക്ക ഇതിന് നൽകിയത്. ആ ഓപ്പറേഷൻ പ്രോജക്റ്റ് ഫ്രീഡം തുടങ്ങിയിട്ടുണ്ട്. അത് 200ഓളം കപ്പലുകളെ ഹോർമൂസ് കടലിടുക്ക് കടത്തിവിട്ടിട്ടുണ്ട്. ആ പ്രോജക്റ്റ് അവിടെ അവസാനിക്കുന്നില്ല, അത് തുടരുകയും ചെയ്യും എന്ന വെളിപ്പെടുത്തലും അമേരിക്കൻ പ്രസിഡന്റ് നടത്തുകയാണ്. മലയാളി വാർത്ത പ്ലസ്, like, share and subscribe.